ഏവരെയും മറ്റൊരു വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇറാന്റെ തെക്കൻ നഗരമായ ബന്ദർ അബ്ബാസിന് സമീപമുള്ള ഏറ്റവും വലിയ പോർട്ട് നഗരമായ ഷാഹിദ് രാജിയിൽ ഇന്നലെ അതിഭയാനകമായ ഒരു കെമിക്കൽ സ്ഫോടനമാണ് ഉണ്ടായത്. 18 പേർ കൊല്ലപ്പെടുകയും 800ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഈ സ്ഫോടനം ഏതാണ്ട് 50 കിലോമീറ്റർ ദൂരം വരെ ആഘാതമേൽപ്പിച്ചതായിട്ടാണ് റിപ്പോർട്ടുകളുള്ളത്. മിസൈൽ പ്രൊപ്പല്ലന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളാണ് ഈ സ്ഫോടനത്തിൽ പൊട്ടിത്തെറിച്ചിട്ടുള്ളത്. ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈലുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം നിറച്ച വാഹനങ്ങൾ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാത്തതുകൊണ്ടാണ് തീപിടുത്തമുണ്ടായതെന്നും അതാണ് പൊട്ടിത്തെറിക്ക് കാരണമായതെന്നും റിപ്പോർട്ടുകളുണ്ടെങ്കിലും ഇറാന്റെ ആണവ പ്രതിരോധവുമായി ബന്ധപ്പെട്ട ഇറാനും അമേരിക്കയും തമ്മിൽ ഒമാനിൽ വെച്ച് ചർച്ചകൾ നടക്കുന്ന ഈ സമയത്ത് തന്നെ, അതായത് 3ാം വട്ട ചർച്ചകൾ, ഈ സമയത്ത് തന്നെ ഇങ്ങനെ ഒരു സ്ഫോടനം ഉണ്ടായത് വളരെ രാഷ്ട്രീയ പ്രാധാന്യത്തോടെയാണ് ഇന്ന് ലോകം വീക്ഷിക്കുന്നത്. സ്ഫോടനത്തിന്റെ കാരണം എന്താണെന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടൊന്നുമില്ല. എങ്കിലും ഇറാനിൽ മുൻകാലങ്ങളിൽ ഇസ്രായേൽ നടത്തിയിട്ടുള്ള അട്ടിമറി ശ്രമങ്ങളും കൊലപാതകങ്ങളും ഉള്ളതിനാൽ ഇസ്രായേലിനെ ഈ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും പെട്ടെന്ന് കൊണ്ട് മാറ്റി നിർത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സുരക്ഷാ സേവനങ്ങൾ അതീവ ജാഗ്രതയിലാണ് എന്നാണ് ഇറാന്റെ നിലപാടുകളുള്ളത്. അങ്ങനെ ഏതെങ്കിലും കാരണവശാൽ ഇസ്രായേലിന് ഇക്കാര്യത്തിൽ ഒരു ബന്ധമുണ്ടെങ്കിൽ ഞങ്ങളിൽ നിന്നും ഒരു നിയമാനുസൃതമായ പ്രതികരണം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി ഇന്നലെ ഒമാനിൽ വെച്ച് പറഞ്ഞത്. ഒരു തീപിടുത്തത്തിൽ തുടങ്ങി പിന്നീട് ഒരു പൊട്ടിത്തെറിയിലേക്ക് മാറിയതാണ് ഇതിൽ ആക്രമണ സാധ്യതയില്ല എന്ന് ആദ്യം വിലയിരുത്താൻ കാരണം. എന്നാൽ ഇറാന്റെ ഭാഗത്ത് ഇപ്പോൾ അങ്ങനെ ഒരു സംശയമല്ല ഉണ്ടാവുന്നത്. അതിന് കാരണങ്ങൾ ഒരുപാടുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. പലതവണ ഇറാനിൽ ഈ ഇസ്രായേലിന്റെ ചാര ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരുടെ സൈനിക തലവന്മാരെയും അവരുടെ രാഷ്ട്രീയ നേതാക്കളെയൊക്കെ ഈ ഇസ്രായേൽ ചാരന്മാർ ഇറാനിൽ വെച്ച് തന്നെ കൊന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാനിൽ നടക്കുന്ന ഏതൊരുവിധ ഭീകരാക്രമണവും അല്ലെങ്കിൽ അതുപോലെ ഉന്നതരുടെ ഒരു കൊലപാതകങ്ങളും ഒക്കെ ബന്ധപ്പെട്ട് സ്വാഭാവികമായും ഇസ്രായേലിനെ ആദ്യം സംശയിക്കുക തന്നെ ചെയ്യും. എന്നാൽ ഈ സ്ഫോടനത്തിന്റെ കാര്യത്തിൽ ഇസ്രായേലിനെ ആരും ആദ്യം സംശയിച്ചില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അമേരിക്കയും ഇറാനും തമ്മിൽ വളരെ വിലപ്പെട്ട ഒരു ചർച്ച നടക്കുന്ന സമയമാണ്. അത് ഇറാന്റെ ഭാവിയെ സംബന്ധിച്ച് വളരെ ഉത്തരവാദിത്തമുള്ള ഒരു ചർച്ച തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് പെട്ടെന്നൊരു ഇസ്രായേലിന്റെ നേരെ ഒരു കുറ്റപ്പെടുത്തൽ ഉണ്ടാവാത്തതും. എന്നാൽ ഇറാന്റെ അന്വേഷണ ഏജൻസികൾ ഇക്കാര്യത്തിൽ ഇസ്രായേലിന് എന്തെങ്കിലും ഒരു ഇടപാടുകൾ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഇസ്രായേലിന് ദോഷഫലം ഉണ്ടാക്കും എന്ന രീതിയിലാണ് പ്രതികരിക്കുന്നത്. എന്നാൽ ഈ സ്ഫോടനത്തിൽ ഇസ്രായേലിന് പങ്കൊന്നുമില്ലെന്നാണ് ഇസ്രായേലിലെ ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നത്. ഈ ഉദ്യോഗസ്ഥൻ ഇങ്ങനെ പറയുമ്പോഴും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഈ സ്ഫോടനത്തെക്കുറിച്ച് ഔദ്യോഗികമായ മുന്നറിയിപ്പുകൾ ഇല്ലാത്തത് സംശയം വർദ്ധിപ്പിക്കുകയാണ്. 2024 ലെബനനിൽ ആയിരക്കണക്കിന് പേജറുകൾ പൊട്ടിത്തെറിച്ച ആളുകൾ മരണപ്പെടുകയും പരിക്കേൽക്കുകയൊക്കെ ചെയ്തപ്പോഴും ഇസ്രായേൽ നിശബ്ദമായിരുന്നു എന്ന് ഓർക്കണം. പിന്നീട് അത് ഇസ്രായേലിന്റെ ഒരു റിമോട്ടിംഗ് സ്ഫോടനമായിരുന്നു എന്നും മലയാളി ഉൾപ്പെടെ ഒരുപാട് കുറ്റവാളികൾ അതിന്റെ പിന്നിൽ ഉണ്ടെന്നും ഒക്കെ കണ്ടെത്തുകയുണ്ടായി. പിന്നീട് വളരെ നാളുകൾക്ക് ശേഷം ഇസ്രായേൽ അത് ഏറ്റെടുക്കുകയും ചെയ്തു കേട്ടോ. ലെബനനിൽ പേജർ സ്ഫോടനം നടത്തിയത് ഞങ്ങളാണെന്ന് ഇസ്രായേൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക തന്നെ ചെയ്തു. അതവരുടെ ഒരു തന്ത്രമാണ്. ആദ്യമൊക്കെ മിണ്ടാതിരിക്കും, പിന്നീട് പിടുത്തം വീണ് അന്വേഷണം എല്ലാം കഴിയുമ്പം പറയും അത് ഞങ്ങളാണ് ചെയ്തത് എന്ന് പറയുന്ന ഒരു നിലപാടാണ് പൊതുവെ ഇസ്രായേൽ സ്വീകരിച്ചു വരുന്നത്. അതുപോലെ ഇതും ഒരു കരുതിക്കൂട്ടുള്ള ആക്രമണമാണെങ്കിൽ ഇസ്രായേലിന് മേൽ കനത്ത ആക്രമണം ഉണ്ടാവുമെന്നാണ് ഇറാന്റെ നിലപാട്. ഈ എണ്ണച്ചരക്ക് കപ്പലിന്റെ പ്രധാന ഷിപ്പിംഗ് പോയിന്റുകളിൽ ഒന്നായ ഈ ഹോർമിസ് കടലിടുക്കിലാണ് ഈ സ്ഫോടനം നടന്ന സ്ഥലമുള്ളത്. അതുതന്നെയാണ് ഈ സ്ഫോടനത്തിന്റെ പ്രാധാന്യം വളരെയധികം വർദ്ധിപ്പിക്കാനും കാരണം. തന്നെയുമല്ല, ഈ സ്ഫോടനം നടക്കുന്ന സമയത്ത് 5 നോട്ടിക്കൽ മൈൽ പരിധിയിൽ 12 ചരക്ക് കപ്പലാണ് ഉണ്ടായിരുന്നത്. അതിൽ 7 ഈ സമയത്ത് ഇറാന്റെ പോർട്ടിൽ നങ്കൂരം ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ കപ്പലുകൾക്കൊന്നും കേടുപാടുകൾ സംഭവിച്ചില്ല, അല്ലെങ്കിൽ ഇതിന് തീപിടുത്തം ഉണ്ടായില്ല, ഇതിനെ ബാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് കരുതേണ്ടത്. ഇക്കഴിഞ്ഞ ജനുവരിയിൽ റോക്കറ്റിനും മിസൈലിന്റെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ചൈനയിൽ നിന്നും 2 കപ്പലുകൾ വഴി അതീവ രഹസ്യമായിട്ട് ഇറക്കുമതി ചെയ്ത അമോണിയം പെർക്ലോറേറ്റ് അടങ്ങിയ വൻ ശേഖരമാണ് ഇന്നലെ പൊട്ടിത്തെറിച്ചത് എന്ന് നിങ്ങൾ അറിയണം. ഈ അമോണിയം പെർക്ലോറേറ്റ് ആണവ ആവശ്യങ്ങൾക്കുള്ളതാണെന്നും കൂടി അന്നേ ഒരു ആരോപണം ഇറാന്റെ മേൽ ഇസ്രായേൽ ഉന്നയിച്ചിരുന്നു. ഇറാൻ അമോണിയം പെർക്ലോറേറ്റ് ഇറക്കുമതി ചെയ്യുന്ന കാര്യം ഞാൻ അന്നൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇറാന്റെ ആണവ സാങ്കേതിക വിദ്യയുടെ അവസാന ഘട്ടത്തിൽ എത്തുകയോ അതല്ലെങ്കിൽ ഇറാൻ ആണവായുധം തന്നെ ഉണ്ടാക്കുകയോ
ചെയ്തിട്ടുണ്ടെന്ന് ഇസ്രായേലും അമേരിക്കയും തറപ്പിച്ച് പറയുന്നതിനിടയിലാണ് സ്ഫോടനം നടന്നത് എന്നത് പ്രത്യേകം ശ്രദ്ധേയം തന്നെയാണ്. തന്നെയുമല്ല, ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്ന് ഈ ട്രംപ് അടുത്തിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു ആക്രമണം നടത്താൻ ഇതുവരെ ഇസ്രായേൽ തയ്യാറായിട്ടില്ല. ഇനി അഥവാ ഈ ചർച്ചകൾ നടക്കുന്നതിനിടയിൽ ആ ചർച്ചകളെ പൊളിക്കാൻ വേണ്ടി ഇതിനിടയിൽ ഇസ്രായേൽ ഇങ്ങനെ ഒരു ചെറിയൊരു ആക്രമണം നടത്തിക്കൊണ്ട് ഒരു മുന്നറിയിപ്പ് കൊടുത്തതാണോ എന്നാണ് ഇപ്പോൾ ഇറാനിയൻ അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചു വരുന്നത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആണവ ചർച്ചകൾ സമാധാനപരമായി മാറുമ്പോഴും നെതന്യാഹു വല്ലാത്ത അസ്വസ്ഥനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ചർച്ചകളെ ഏത് വിധേയം തകർക്കാൻ നെതന്യാഹു പലതവണ ശ്രമിച്ചിട്ടും ട്രംപ് ചർച്ചയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇറാനിയൻ ആണവ സമ്പുഷ്ടീകരണത്തിന് ഒരു പരിധി നിശ്ചയിക്കുന്നതിൽ വാഷിംഗ്ടൺ തൃപ്തരാണെന്നും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ പൊളിച്ചു മാറ്റാൻ അമേരിക്ക ആവശ്യപ്പെടില്ലെന്നും ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ വിറ്റ്കോഫ് ഈ അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു. ഇത് അമേരിക്കയുടെ ഒരു പരാജയമായും ദൗർബല്യമായി കണ്ടുകൊണ്ട് പല ഭാഗത്തുനിന്നും അമേരിക്കയ്ക്കെതിരായി ഒരു പരിഹാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇറാൻ അനുകൂലമായ ഒരു നയം അമേരിക്ക സ്വീകരിക്കുന്ന ഈ സമയത്ത് അമേരിക്കയെ നിരാശപ്പെടുത്താതിരിക്കാനും ലോകത്തിന് മുന്നിൽ അമേരിക്കയുടെ മുഖം രക്ഷിക്കാനും വേണ്ടി ഇറാൻ ചിലപ്പോൾ ചില ചെറിയ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവുകയും അപ്രധാനമായ ഏതെങ്കിലും ആണവ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടിക്കൊണ്ട് ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു ആണവ സമവായം ഉണ്ടാക്കാനും സാധ്യതയുണ്ട് എന്ന് നെതന്യാഹു ഭയപ്പെടുന്നുണ്ട്. അത് ഈ അടുത്തിടെ അദ്ദേഹം അവരുടെ സെനറ്റിൽ പറയുക വരെ ചെയ്തു. അമേരിക്ക ഇറാനും തമ്മിൽ ഇങ്ങനെ ഒരു രഹസ്യ ഇടപാട് നടന്നാൽ അതിലൂടെ ഇറാന് പിന്നീട് രഹസ്യമായി ആണവശേഷി കൈവരിക്കാനും അമേരിക്കൻ ഉപരോധങ്ങൾ നീക്കാനും കഴിയും. ഒരു വശത്ത് ഇറാൻ ആണവായുധങ്ങൾ ലഭിക്കില്ലെന്ന് ട്രംപ് പരസ്യമായി പ്രഖ്യാപിക്കുമ്പോഴും മറുവശത്ത് ഇറാനുമായി കരാറിന് ശ്രമിക്കുന്ന ട്രംപിന്റെ ഈ ഇരട്ട നിലപാടിന് മറുപടിയായിട്ട് ഇറാനെ പ്രകോപിപ്പിക്കുന്ന വിധം ഒരു ഭീകരാക്രമണം നടത്തിയാൽ അത് ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറാനെ പ്രേരിപ്പിക്കുമെന്ന് നെതന്യാഹുവിന് നന്നായിട്ട് അറിയാം. ഇസ്രായേലിന് മേൽ അങ്ങനെ ഒരു ഇറാൻ ആക്രമണം ഉണ്ടായാൽ സ്വാഭാവികമായും അമേരിക്ക അത് ഏറ്റെടുക്കുമെന്ന് നെതന്യാഹുവിന് അറിയാം. അങ്ങനെ വരുമ്പോൾ ചർച്ച വിളിക്കാം. അതല്ലാതെ നേരെ ചൊവ്വേ പോയാൽ ചർച്ച വിളിക്കാൻ കഴിയില്ലെന്ന് നെതന്യാഹുവിന് ഏതാണ്ടൊക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കുതന്ത്രത്തിലൂടെ ചർച്ചയെ പൊളിക്കാൻ കഴിഞ്ഞാൽ നെതന്യാഹു വിജയിച്ചു എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അങ്ങനെ നോക്കുമ്പോൾ സാധ്യതകളും തെളിവുകളും എല്ലാം ഇസ്രായേലിനെതിരായിട്ട് വരുമ്പോൾ ഒരു യുദ്ധത്തിന്റെ നിഴൽ തന്നെയാണ് നീണ്ടുവരുന്നത്. എന്തായാലും ഈ സ്ഫോടനം ഇറാൻ വളരെ ഗൗരവത്തോടെ തന്നെ അന്വേഷിച്ചു വരികയാണ്. അതിന്റെ ഫലം ഇറാന്റെ ട്രൂ പ്രോമിസ് 3 എന്ന മിസൈൽ മഴയുടെ തീച്ചൂടിൽ വേവുന്ന ഇസ്രായേലിന്റെ കുതന്ത്രത്തിലേക്കാണോ എന്ന് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.